അച്ഛാ, ഈ കാണുന്ന പൊട്ട കണ്ടില്ല? ഈ പൊട്ട് നമ്മള് വെൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും അതിന് എത്രത്തോളം നമുക്ക് സേഫ്റ്റി നമുക്ക് പറയാൻ പറ്റും? അത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു സംശയം വരും. നമ്മളിത് റിപ്പയർ ചെയ്താൽ തോടാൻ പറ്റുമോ, ഉറപ്പുണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അതിനിപ്പോ നമ്മളെന്നത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് മോൾഡിങ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ഉരുക്കി ഉണ്ടാക്കുക ചെയ്യുക. അത് എത്രയും പീസ് നമ്മൾ വേറെ പീസ് വെച്ച് വെൽഡ് ചെയ്യല്ല, ഉരുക്കി ഉണ്ടാക്കി ആദ്യം ഉരുക്കി പിടിപ്പിക്കുകയോ. അപ്പൊ പുതിയ അലൈവിന്റെ അതേ സ്ട്രോങ്ങൻ ഉണ്ടാവും. ഇതുപോലെ ഗട്ടർ അടിക്കുക, ഇടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പുതിയ വീലാണെങ്കിലും ഇതേ മാതിരി സംഭവിക്കും. നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ട് ഉറപ്പുകളൊന്നുമില്ല. ഇത് വെൽഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പുതിയ വീലായാലും ഇതാണ് സംഭവം. ഇതിപ്പോ വെൽഡ് ചെയ്യാത്തൊരു വീലാണ്. നമ്മളിത് വെൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഇടിക്കുക, അങ്ങനെ ഗട്ടർ അടിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ വെൽഡ് ചെയ്യണതും എല്ലാം ഒരേ മാതിരി തന്നെ വരിക, പുതിയ വീലായാലും. അതല്ലാതെ ഇത് റണ്ണിങ്ങിൽ എന്തെങ്കിലും ആവുകയെ, ഇത് എയർ ലീക്ക് ആവുകയെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ലക്ഷം റുപ്യന്റെ വീലാണെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഇത് അലുമിനിയം കാസ്റ്റിയൺ ആണ്, അലൈവിൽ കാസ്റ്റിയൺ. കാസ്റ്റ് എന്ന് വെച്ചാൽ അത് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു വീലിന് 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. റണ്ണിങ്ങിൽ ഒന്നും സംഭവിക്കില്ല. ഇത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുക. കാസ്റ്റിംഗ് മോൾഡിംഗ് ആണ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കസ്റ്റമർക്ക് ഒരുപാട് പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ.